ഗൈസ്, എല്ലാവർക്കും സോബാന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ആഞ്ഞിലിക്കാട്ട് അമ്പലത്തിലെ തുള്ളലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലൈറ്റൊക്കെ അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ ഇവിടെ വെൽക്കം ഇതിങ്ങനെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ അകം. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ തുള്ളൽ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ദേവി. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശം. നട ചെറുതായിട്ട് തുറന്നിരിപ്പുണ്ട്. കാണാവോ? ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓഫീസ്. അപ്പോൾ അവിടെ തുള്ളലൊക്കെ കഴിഞ്ഞ് അടുത്ത തുള്ളലിനുള്ള കളയിടും. ഗണപതിയുടെയും ബ്രഹ്മരക്ഷസിൻ്റെയൊക്കെ അമ്പലമാണ്. അപ്പോൾ നമുക്ക് പോവാം. ഇതിങ്ങനെ ഒരു വിളക്ക് ഇവിടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ഗന്ധർവൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു ഭസ്മക്കളാണ് അവരവിടെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാണാവോ? ഇവരവിടെ കളയിടുന്നുണ്ട്. ഗന്ധർവൻ്റെയൊക്കെ കളം വരയ്ക്കുന്നതാണ്. ഇതാണ് തുള്ളുന്നവർക്കുള്ള പനിനീരൊക്കെ കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു വലിയ മരമൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാറ്റൊക്കെ നല്ല അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പൊക്കെയാണ്. നിറച്ച് ചുറ്റിനും മരങ്ങളാണ് കേട്ടോ. ഇഷ്ടംപോലെ മരം, നല്ല തണുപ്പാണ്. ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ട്. മാങ്ങ നല്ല ഭംഗിയുള്ള കുറേ മാങ്ങയുണ്ട്. നല്ല നമുക്ക് വീട്ടിൽ അച്ചാറൊക്കെ ഇടാൻ പറ്റിയ അതുപോലത്തെ നല്ല അടിപൊളി മാങ്ങയാണ്. കടയിൽ പോലും ഇങ്ങനെ ഫ്രഷ് കിട്ടത്തില്ല. ഇവിടെ ഇങ്ങനെ തോരണങ്ങളൊക്കെ ഇട്ട് നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പുറത്തേക്കൊക്കെ പോകാം. രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഭംഗി. രാത്രി നമുക്ക് അത്രയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതിനും മാത്രം ആൾക്കാരായിരിക്കും. അത് കാരണമാണ് നമുക്ക് നമ്മൾ തൃശ്ശൂർ പൂരം വരെയൊക്കെ വെളിക്കമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയല്ലേ? നാരങ്ങാമാല, പിന്നെ കരിക്ക്, ഒരു വാഴയൊക്കെ വെച്ച്. അപ്പം ഇതാണ് ആർച്ച്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഈ ലൈറ്റ് ട്യൂബൊക്കെ കത്തിക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, ഓരോ കളേഴ്സിലൊക്കെയുള്ള. പിന്നെ ഇതാണ് നമ്മുടെ സോപാനത്തിലെ ജ്യോതിയല്ലമ്മയുടെ വീട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. പണ്ടത്തെ വീട് ഭയങ്കര വേറെയുള്ള മറ്റുള്ള വീഡിയോസിലൊക്കെ കണ്ടു കാണും. എന്നാലും പണ്ടത്തെ വീട്, ഇന്ന് ഇങ്ങനത്തെ പണ്ടത്തെ വീടൊന്നും കാണാൻ. തുള്ളൽ കഴിഞ്ഞ് കുറെ പേര് നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വന്നിട്ട് ഇരിപ്പുണ്ടാക്കുന്നുണ്ട്. കുറെ ആൾക്കാര്. മരങ്ങളൊക്കെ ഒത്തിരി മരങ്ങളും ഇതൊക്കെ ഉള്ള കാരണം കാണാൻ നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. എന്നാലും നല്ല ഭംഗിയുള്ള പണ്ടത്തെ ഒരു വീടാണ്. ഇങ്ങനത്തെ പഴയ മോഡൽ വീടൊക്കെ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. ഒരു തണുപ്പും ഇവിടെ നിറച്ച് മരങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഏകദേശം 4 കെട്ട് വീട്, അതുപോലത്തെ ഒരു മോഡൽ ടൈപ്പ് വീടാണ്. ഇതിന്റെ തൊട്ടിപ്പുറത്തൊരു പുതിയ വീടുണ്ട് കേട്ടോ. ഇത് റയലിന്റെ വീടാണ്. അപ്പൊ അയൽവക്കത്തെ വീടാണ്. പുതിയൊരു വീടാണ്. തൊട്ടപ്പുറത്തെ വീടാണ്. ഞങ്ങൾ ഇത് എടുത്തന്നേ ഉള്ളൂ. എന്നാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടെയും കാണാൻ കൊള്ളാം. ഓക്കെ, ഇനി എൻ്റെ വീട് കാണണം എന്നുള്ളവർക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം അടുത്ത പൊടിക്കളം ഇപ്പോൾ ഇനിയുള്ളത് ഭസ്മക്കളം. അത് കഴിഞ്ഞിട്ട് പൊടിക്കളം ഉണ്ട് കേട്ടോ, ഗന്ധർവൻ്റെ. അത് കഴിഞ്ഞ് നാളെ രാവിലെയാണ് പൂപ്പടക്കളം ഉള്ളത്. ഇപ്പം ഗന്ധർവൻ്റെ യക്ഷിയുടെ. ഇത് അമ്പലത്തിലെ യൂട്യൂബ് ചാനൽ, സോബാന യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് എങ്കിലേ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാനാണ് അനുക്കുട്ടി. നല്ല രസമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക. ഇനി ഇതുപോലെ അമ്പലത്തിൻ്റെ വീഡിയോസ് ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇടുന്നതാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അയ്യോ, ടാറ്റേന്ന് നമുക്ക് എന്താ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഇപ്പുറത്തോട്ടൊക്കെ. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വേറെ ചെല്ലപ്പുറം, എന്താ അമ്പലത്തിൻ്റെ പേര്? ചെല്ലപ്പുറം കണ്ടാരെങ്കിൽ അത് വെട്ടയ്ക്കലല്ലേ? അല്ല, എന്താണ് നമ്മുടെ കണ്ടറിൻ്റെ ഒരു അമ്പലം ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെയാണ് ഭയങ്കര അടിപൊളി, നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ.
ഇപ്പോൾ വന്ന വീടുകളാണ്. ഇനി ഇതുപോലത്തെ വ്ളോഗ്സ് ഒക്കെ വേണമെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ നെക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതുപോലുള്ള നല്ല നല്ല വ്ളോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അമ്പലങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ലോകത്ത്. അമ്പലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ, അപ്പോൾ ചേർത്തല അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ കമന്റ് ഇടാൻ മറക്കാതിരിക്കുക. മറക്കരുത്. അപ്പോൾ ദേ ഇവിടെ ഇത് ഞങ്ങളിവിടെ അടുത്തുള്ള കുറേ വീടുകളും റോഡും കുറേ തോടുകൾ, മരങ്ങൾ, ചെടികൾ അതൊക്കെ. ഇതൊരു പാടം പോലത്തെ ഒരു സംഭവമാണ്. എങ്ങനെ നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ. അയ്യോ, ഇത് നമ്മുടെ ലൊക്കേഷൻ. വെയിലത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പൊരിഞ്ഞത് റോഡ് കണ്ടോ? ആ റോഡിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. ചെരുപ്പ് പോലും ഇല്ല എൻ്റെ കാര്യം. പാവം കുട്ടി ചെരുപ്പ് ഇടാതെ നടക്കുന്നത്. ഓക്കെ, അപ്പം ദേ ഈ കുളം കണ്ട നല്ല രസമുണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു വെയിലത്ത് ചെയ്യുന്നതിന് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ്, നിങ്ങൾ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി വെച്ചോളൂ. നിങ്ങൾക്ക് എല്ലാ ലൈവിൻ്റെയൊക്കെ ഇത് കിട്ടുന്നതാണ്. അപ്പം ഞാൻ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ അമ്പലം എത്താറായിട്ടുണ്ട്. നല്ല നല്ല പൂക്കള്, ചെടികളുണ്ട്. ഒരു വീട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇതേ ഒരു കിളിയൊക്കെ പറന്ന് പോകുന്നുണ്ട് കേട്ടാ. അതൊന്നും കിട്ടത്തില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ കണ്ട് അത്രേ. നല്ല പൂക്കളാണ്, നല്ല ചെടികൾ, നല്ല പൂക്കൾ, നല്ല സ്ഥലമാണ്. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ അഴീക്ക അറിയാവുന്ന അഴീക്ക ബീച്ചിലൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഈ സ്ഥലത്തൂടെയൊക്കെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമൊക്കെ ഭംഗിയാണ്. നല്ല ആൾക്കാരാണ് ഇവിടെയുള്ള, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഗായ്സ് ദാ നമ്മുടെ അമ്പലം എത്തിയിട്ടുണ്ട്. എന്തൊരു രസമാണ് അല്ലേ കാണാനായിട്ട്. നല്ല രസമാണ്. ഇത് ഇഷ്ടമാതിരി എന്താ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് പൂക്കൾ വേണ്ട ആവശ്യമില്ല, അതിന് മാത്രം പൂക്കൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാണ് ശ്രീ മഹാദേവി കണ്ടാർന്ന ക്ഷേത്രം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ചെത്തിപ്പൂവൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അപ്പം ലൊക്കേഷൻ എന്ന് വെച്ചാൽ അഴീക്കൽ ബീച്ച്, അഴീക്കൽ പള്ളിത്തോട്, പള്ളിത്തോട്, മനക്കോടം, പടിഞ്ഞാറ് മനക്കോടത്തിലെ അമ്പലങ്ങളാണ്. ഇതാണ് നമ്മുടെ മെയിൻ അമ്പലം. പിന്നെ അത് നമ്മുടെ കുടുംബമാണ് കേട്ടോ. കുടുംബക്ഷേത്രം. അവിടെയാണ് ഇപ്പൊ തുള്ളൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുത്തെ വീഡിയോ എടുത്ത് ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ എല്ലാം കവർ ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അമ്പലം നമ്മൾ ജസ്റ്റ് ഇവിടെ ഫ്രണ്ട് വരെ വന്നേ ഉള്ളു. പക്ഷെ അകത്തോട്ടൊന്നും നമ്മൾ കയറുന്നില്ല. അമ്പലം അടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവുമല്ലോ. ഇത് അടച്ചിരിക്കുകയാണ്. കണ്ടോ, അവിടെ ഡോറ് പോലെ എന്തോ സാധനമൊക്കെ ഉണ്ട്. ഇതെന്ത് പോവാ? നന്ദ്യാർവട്ടം എന്ന് പറഞ്ഞാൽ നന്ദ്യാർവട്ടം, കുഞ്ഞു നന്ദ്യാർവട്ടമാണ്. നല്ല ഇത് അമ്പലങ്ങളിലൊക്കെ എടുക്കുന്നതാണ്. ഇപ്പൊ അമ്പലത്തിന്റെ വാതിക്കൽ തന്നെ വെച്ച് പിടിപ്പിച്ചിരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ. ഇനി മുതൽ നമ്മുടെ ചാനലില് വ്ളോഗ്സ് ഒക്കെ വരുന്നതാണ്. എല്ലാരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മാക്സിമം ആൾക്കാർക്ക് കമന്റ് ഇടുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ മാക്സിമം അഴീക്കൽ ബീച്ച്, അഴീക്കലൊക്കെ അറിയാത്തവർക്കൊന്ന് നിങ്ങൾ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ സോപാനം ജ്യോതിയമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ട സ്ഥലങ്ങളിലൂടെയൊക്കെ തന്നെ വന്നിരുന്ന സ്ഥലത്തോട് തന്നെ തിരിച്ചങ്ങോട്ട് നടന്നു. ഈ കുളമൊക്കെ കണ്ടോ ഗൈസ്? നല്ല, എനിക്ക് കാല് പൊള്ളിയിട്ട് മേലെ ഞാൻ ഓടുവാണ്. അയ്യോ, അപ്പതേ ഞാൻ ചെരുപ്പിടാതെ വന്നു പോയി, എന്ത് ചെയ്യാം. അപ്പതേ ഇങ്ങനെ കുളം. ഇഷ്ടമാതിരി വാഴകളുണ്ട് ഗൈസ്, ഒരുപാട് വാഴയുണ്ട്, നിറച്ച് പഴമുണ്ട്. വാഴക്കൊലൊക്കെ തൂങ്ങി കിടക്കണം, കണ്ടില്ലേ? അങ്ങോട്ട് എടുക്കാനും പിച്ചണോ മാന്തണോ എന്നുള്ള അവസ്ഥയിലാണ് അനുവിടെ കൺഫ്യൂഷൻ അടിച്ച് വട്ടായിട്ട് നിൽക്കുകയാണ്. അയ്യോ, ഓടുന്നാണ് നിങ്ങളീ കാണുന്നത്. ഓക്കെ, നമ്മൾ ഓടി എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പോൾ സോബാന എല്ലാവരും സബ്സ്ക്രൈബ്